ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം എൻ്റെ മുമ്പിലിരുന്നും പ്രത്യേകാൽ വിഷ്വൽ മീഡിയയുടെ പല മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെയും നമ്മുടെ നാട്ടിൻ്റെയും ഒക്കെ പല വിവിധ ഭാഗങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങൾ വരെ ചിന്തിച്ചു വന്ന ചില വേദഭാഗങ്ങളുണ്ട്. നമ്മൾ സമാധാന കൂടാരമായിട്ടുള്ള ബന്ധത്തിൽ താമ്രത്തൊട്ടി വരെ ചിന്തിച്ച് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ തന്നെ മറ്റൊരു ഉപകരണത്തെക്കുറിച്ച് ഈ രാത്രി ചിന്തിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുന്നത് പോലെ ഈ പ്രോഗ്രാം കാണുന്നതിന് നിങ്ങൾക്ക് വളരെ പരിമിതമായ അരമണിക്കൂറുള്ള പ്രോഗ്രാമായിട്ടാണ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം നിങ്ങൾ വളരെ ശാന്തമായിട്ട് വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാപൂർവ്വം മാത്രം ഇത് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങൾക്കിത് കാണാൻ ആ പ്രോഗ്രാം നിങ്ങൾക്ക് ശ്രമിക്കാൻ സമയം കിട്ടിയുള്ളൂ. ആ 10 മിനിറ്റും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ദൈവഭയത്തോടും പ്രാർത്ഥനയോടും നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനമാകും. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ആമേ സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ തിരുവെഴുത്തുകൾ ആമെ ഗ്രഹിപ്പാൻ ചിന്തിപ്പാൻ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു കർത്താവെ. ഇത് ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്ന എല്ലാവർക്കും ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഈ മണ്ണിൽ വാഴുന്ന ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് ഞങ്ങളെ ഈ മണ്ണിലാക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ തിരുവെഴുത്തുകളെ ഗ്രഹിച്ച് വിണ്ണിനോട് ഞങ്ങൾ കൂറ് പുലർത്തി വിണ്ണിലേക്ക് ഞങ്ങളുടെ ആത്മബന്ധം പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് കൃപ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാകുക സ്വർഗം കൃപയറലും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. നമ്മൾ ഇന്ന് നിലവിളക്ക്, നമ്മൾ ഈ ആലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്ന 3 ഉപകരണങ്ങൾ ഒന്ന് നിലവിളക്ക്, ധൂപപീഠം, കാഴ്ചയപ്പത്തിന്റെ മേശ. ഈ 3 വസ്തുക്കളാണ് ഇതിലെ വിശുദ്ധ സ്ഥലത്ത്, ഈ ആലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് രാത്രി ഈ നിലവിളക്കിനെ പറ്റി ആഴമായി ചിന്തിക്കും. അതിനായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതലുള്ള ചില വാക്യങ്ങളെ വായിച്ചാട്ടെ. തങ്കം കൊണ്ട് ഒരു നിലവിളക്കുണ്ടാക്കണം. നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അതിന്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിലവിളക്കിന്റെ 3 ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിന്റെ 3 ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ 6 ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം. ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ 3 പുഷ്പപുടവും ഉണ്ടായിരിക്കണം. മതി, നമുക്കവിടെ അതിനെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളുണ്ട്. ഇത് ഒന്നായിട്ട് അടിപ്പ് പണിയായിട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുത്തണ്ടിൽ നിന്ന് വശങ്ങളിലേക്ക് 3 ശാഖകൾ വീതമുള്ള 6 ശാഖ, അതിന് നേരെ അതിൻ്റെ തണ്ടിൽ നിന്ന് 1, അങ്ങനെ 7 ദീപങ്ങൾ തെളിയിക്കാവുന്ന ഒരു നിലവിളക്കാണ് ദൈവം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. ഇതിൻ്റെ ആത്മീക തലങ്ങൾ നമ്മൾ തങ്കം കൊണ്ട് ഒരു താലന്ത് തങ്കം കൊണ്ട്, ഒരു താലന്ത് പറഞ്ഞാൽ ഏകദേശം 35 കിലോയാണ്. ഒരു താലന്ത് തങ്കം കൊണ്ടാണ് അത് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് മരം ചേർത്തിട്ടില്ല. ഇത് പ്രൈസ് ദി ലോർഡ്, ഇതിൻ്റെ ആത്മീക പൊരുളുകൾ നമ്മൾ തങ്കത്തെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ട് എങ്കിലും ഒന്നും കൂടെ പുതുതായിട്ട് കേൾക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യവും ദാനിയേൽ പ്രവചനം 10-5 കൂടെ വായിച്ചാൽ നമുക്ക് ആ തങ്കം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി. അടുത്ത ദാനിയേൽ പ്രവചനം 10-5 കൂടെ വായിച്ച്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 5-ാം വാക്യം കൂടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിച്ചു. തല പൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ചകെട്ടിയും ഇരിക്കുന്ന. മതി, അവിടുത്തെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് വിശദീകരണങ്ങളിലേക്ക് കടക്കണ്ട. നമ്മൾ പലവട്ടം ചിന്തിച്ചതാണ്. ഊഫാസ് തങ്കം കെട്ടിയ മനുഷ്യപുത്രൻ സദൃശനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ഇവിടെ ദാനിയേൽ ദർശിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആമേൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, അവിടെ ഊഫാസ് തങ്കം ധരിച്ചവൻ. അപ്പൊ തങ്കം എന്തിനു നിഴലെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് നിഴല് എന്ന് നമ്മൾ വായിച്ചു. ഈ നിലവിളക്ക് ക്രിസ്തുവിന് നിഴലാണ്.
നിലവിളക്ക് സഭയ്ക്ക് നിഴലാണ്. ഇങ്ങനെ ഒത്തിരി ഇത്യാദി കാര്യങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ ചേർത്ത് ഓരോന്നോരോന്നോരോന്നോരോ ചിന്തിക്കും. അപ്പൊ തങ്കം എന്തിന് നിഴലാണെന്ന് ചോദിച്ചാൽ, ഈ വിളക്ക് ഒരർത്ഥത്തിൽ ക്രിസ്തുവിന് നിഴലാണ്. ഇതിലെ തങ്കം ക്രിസ്തുവിന് നിഴലാണ് കാണിക്കുന്നത്. ഇതിനകത്ത് മരം ചേർത്തിട്ടില്ല. അതുകൊണ്ട് വിശ്വാസിക്ക് നിഴലല്ല, പ്രത്യുത ഇത് യേശു ക്രിസ്തുവിന് നിഴലാണ്. വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. രണ്ടാമത്തെ ഒരു നിഴലുണ്ട്, അത് നമ്മൾ വായിക്കാം. ഈ വിളക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് ചിന്തിക്കാം. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. 7 നിലവിളക്ക് 7 സഭകളാണ്. അപ്പോ നിലവിളക്ക് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവസഭയ്ക്ക് നിഴലാണ്. പ്രൈസ് ദി ലോർഡ്. നിലവിളക്ക് ഉൾപ്പെടെ ഏത് വിളക്കിന്റെയും ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചം പ്രകാശിപ്പിക്കുക, ദീപം കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ് ഈ വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവസഭ, ഈ നിലവിളക്ക് എന്തിന് നിഴലാണെന്ന് ചോദിച്ചാൽ ദൈവസഭയ്ക്ക് നിഴലാണ്. അപ്പൊ ദൈവസഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. അപ്പൊ അവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ സഭ ലോകത്തിന് വെളിച്ചമാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി കുറച്ചുകൂടെ ആഴമായി പറഞ്ഞാൽ, ഈ വിളക്ക് ദൈവവചനത്തിന് നിഴലാണ്. ദൈവവചനത്തിന് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പൊ ഈ വിളക്ക് സമം അതിൽ നിന്നുള്ള ദീപം ഉൾപ്പെടെ ആ വിളക്ക് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഈ വിളക്ക് ദൈവവചനത്തിന് നിഴലാണ്. ഈ ദൈവവചനം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അപ്പൊ നോക്കൂ, വചനത്തിന് നിഴലാണ്. അപ്പോ എവിടെ ഇരുൾ മൂടി കിടക്കുന്നുവോ, ഇരുൾ മൂടിയ അടുത്തെല്ലാം ഈ വചനമാകുന്ന ക്രിസ്തു വന്നിട്ടുണ്ടോ, അവിടെ എല്ലാം പ്രകാശം ഉദിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പൊ ദൈവസഭ നിലവിളക്കിന് സദൃശ്യമാണ്. നിലവിളക്ക് ദൈവസഭയ്ക്ക് സദൃശ്യമാണ്. അപ്പൊ ഒരു സഭ ദൈവത്താൽ, അത് സഭ എന്ന് പറയുന്നത് ഒരുപാട് സഭകൾ ഭൂലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു ആശയത്തിന്റെ കീഴിൽ വന്നുകൂടുന്നതൊക്കെ സഭകളാണ്. പക്ഷെ ദൈവത്തിന്റെ സഭ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവസഭ, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുൾ മൂടിയ ലോകത്തിൽ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ജീവന്റെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവം നിയോഗിച്ചു വച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പേരാണ് ദൈവത്തിന്റെ സഭ. ആ ദൈവത്തിന്റെ സഭ എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആ ദേശത്തിന്റെ ഇരുൾ മാറി അവിടെ എല്ലാം ജീവന്റെ പ്രകാശം ഉദിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ, വേദപുസ്തകത്തിൽ വായിച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച, 14-ഉം 15-ഉം വാക്യം വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്ത് നിന്ന് നിഴലിലും ഇരുന്നവർ പ്രകാശമുദിച്ചു. യേശു ക്രിസ്തു ഗലീലയിൽ എത്തിയപ്പോഴുള്ള കാര്യത്തെ യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രവചനത്തിന് നിഴലാണ്, നിവർത്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ടെ. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ നടന്നൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കർത്താവിന്റെ കർത്താവ് ഇസ്രായേൽ ഗലീലയിൽ എത്തുമ്പോഴുള്ള ദേശത്തെ കുറിച്ചുള്ള ദേശത്തിന്റെ അവസ്ഥയും അന്ന് ദേശത്തിൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. യേശു എത്തിയതോടെ എന്താ സംഭവിച്ചു? ജാതികളുടെ ഗലീലയിൽ മരണ നിലവിളി ഉണ്ടായിരുന്ന, മരണത്തിന്റെ നിഴലിലിരുന്ന, ഇരുട്ടിന്റെ ആധിപത്യത്തിലിരുന്ന ആ ദേശത്ത് ഒരു വെളിച്ചം പകർന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു 10, 30, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം, നമ്മുടെ ദേശത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കൂ.
ആമൻ അനേക വീടുകളിൽ മദ്യപാനം, വെറിക്കൂത്ത്, ആമൻ ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ ആമൻ വഴക്കില്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഒന്നുകിൽ ആ കുടുംബത്തിനകത്ത് വഴക്ക്, അടിയും തല്ലും ബഹളവും കാണും. അതല്ലെങ്കിൽ ആ വീട്ടുകാരും അടുത്ത വീട്ടുകാരും തമ്മിൽ ബഹളം ഉണ്ടാക്കുമോ ഇല്ലേ? എൻ്റെ പ്രായത്തിൽ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലും കുറച്ചുകൂടെ പുറകിലേക്ക് ചിന്തിച്ചാൽ അവിടെ എല്ലാം ഇതായിരുന്നു. ആമൻ മദ്യപാനം, വെറിക്കൂത്ത്, ആമൻ അടി, തല്ല്. ഇന്ന് അതൊന്നും അത് കുറച്ച് ആൾക്കാർ ഒതുങ്ങിയെന്നേ ഉള്ളൂ. അതിന് വേറൊരു വെർഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇരുന്നാലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇടം കൈ എന്തെന്ന് വലം കൈ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഈ ദേശമെല്ലാം എങ്ങനെ പ്രകാശപൂർണമായി ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒരു വല്ലാത്ത ഇരുളിനകത്ത് കിടന്നെടുത്ത് ദേശങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷം എത്തിയതോടെ മദ്യപാനം വിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഭൂതം പിടിച്ച ഒട്ടനവധി വീടുകളിലും മിക്കവാറും ഒക്കെ ഭൂതം പിടിച്ചവരായിരുന്നു. പൈശാചികന്റെ അടിമത്തത്തിലായിരുന്നു. അതെല്ലാം വിടുവിക്കപ്പെട്ട് വന്നപ്പോ ജീവിതത്തിന്റെ ഗതി മാറി. പ്രൈസ് ദി ലോർഡ്. ചോർന്നൊലിക്കുന്ന ഭവനങ്ങൾ മാറി, പട്ടിണി മാറി, ദാരിദ്ര്യം മാറി, വിദ്യാഭ്യാസം ഉണ്ടായി, നല്ല വസ്ത്രം ഉണ്ടായി, നല്ല ഭവനങ്ങൾ ഉണ്ടായി, നല്ല പാർപ്പിടങ്ങൾ ഉണ്ടായി. ജീവിതത്തിന്റെ ഗതി മാറി, ദേശത്തിൽ പ്രകാശം ഉദിച്ചു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ദേശങ്ങളിൽ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ ജീവിതങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ സഭകൾ ഉടലെടുത്തിട്ടുണ്ടോ ആ സഭകൾ നിമിത്തം ആ ദേശത്തിനൊരു സ്വസ്ഥത വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കൊച്ചു കൊച്ചു സഭകളോട് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭകൾ എവിടെ കൊണ്ടായോ അവിടെ എല്ലാം വിളിച്ചോടെ, അവിടെ എല്ലാം വചനം വിതയ്ക്കപ്പെട്ടു. വചനം ക്രിസ്തുവാണ്, വചനം വിളക്കാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പൊ ഈ വിളക്ക് എവിടെ എല്ലാം എത്തുമോ അവിടെ എല്ലാം വെളിച്ചമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. മരണനിഴലിൻ കീഴിലിരിക്കുന്നവർ ഈ വചനം കേട്ടിട്ട് ഈ വചനത്തിന്റെ പ്രകാശത്തിലേക്ക് വന്നിട്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കും. മരണബാധ മാറിയാൽ, മരണ ഇരുൾ മാറിയാൽ, മരണവ്യാപാരം മാറിയാൽ അവിടെ എല്ലാം ജീവൻ വ്യാപരിക്കാനായിട്ട് ആരംഭിക്കും. ഒരു സഭയ്ക്കകത്ത് മരണബാധ മാറിയാൽ സഭയ്ക്കകത്ത് ജീവൻ വ്യാപരിക്കും. ഒരു കുടുംബത്തിനകത്ത് ഈ വചനം ചെന്ന് കഴിഞ്ഞാൽ, ഈ വചനമായി സ്വീകരിക്കാൻ തയ്യാറായാൽ ആ കുടുംബത്തിനകത്തുള്ള ഇരുൾ മാറും, അവിടുത്തെ മരണബാധ മാറും, അവിടുത്തെ നിത്യശാപം മാറും, അവിടുത്തെ നിത്യരോഗം മാറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഭവനങ്ങളും വ്യക്തികളും ദേശങ്ങളും വെളിച്ചം കാണുവാനായിട്ട് ചെയ്യാം. ദൈവം അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ചിലരെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് തൻ്റെ ശരീരമാകുന്ന സഭയാക്കി, ചുക്കുള്ള കൂട്ടായ്മകളാക്കി. ദൈവം ദേശാന്തരങ്ങളിൽ കൊച്ചു കൂട്ടായ്മകളാക്കി ദേശം അവിടെ ആയിട്ട് തൻ്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇരുളിലിരിക്കുന്ന ജനത്തിന് പ്രകാശം പരത്തേണ്ടതിനാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ദേശത്തിനൊരു വെളിച്ചമായി തീരണമെന്നാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്നുകൊണ്ട്, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുക്കപ്പെട്ട് തന്റെ സഭയാം ശരീരമായ വിളക്കിന്റെ അംശമാക്കി, വിളക്കാക്കി നിങ്ങളെ വെച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ വിളക്ക് എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ ദൈവസഭയ്ക്ക് നിഴലാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവസഭയ്ക്ക് നിഴലായിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അടുത്ത വേറൊരു ഭാഗം കൂടെ നമ്മൾ വായിച്ചാൽ ഇതിലെ ദീപങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഏഴ് വിളക്കിൻ്റെ 7 ഭാഗങ്ങളുണ്ട്, 7 ശാഖകളുണ്ട്. ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ദീപങ്ങൾ തെളിയിക്കുക എന്നുള്ളത്. ഈ ദീപത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ദീപം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം വായിച്ച്. 7 ദീപങ്ങൾ, അതിൻ്റെ എന്താണ് ദൈവം അതേക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ, ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുൻപിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചു. അപ്പോ നോക്കണം, ഈ വിളക്കിലെ ദീപങ്ങൾ കത്തി ജ്വലിക്കുക. അക്ഷരാർത്ഥത്തിൽ ആലയത്തിന്റെ അകത്ത് ഇതിനകത്തുള്ള ഇരുൾ മാറി ശുശ്രൂഷകന്മാർ ഇവിടെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് വരാൻ വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇത് വച്ചേക്കുന്നതെങ്കിലും ഇതിനകത്തൊരു ആത്മീക തലമുണ്ട്. ഈ വിളക്ക് ഇവിടെ സ്ഥാപിക്കുമ്പോൾ, വിളക്കുണ്ടാക്കാൻ പറയുമ്പോൾ കർത്താവ് തൻ്റെ ഹൃദയത്തിലെ നിർണയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിളക്കിനെ ഞാൻ എന്തിനു തുല്യമായിട്ട് ഇപ്പോൾ വെക്കുന്നു എന്ന് വെച്ചാൽ ന്യായപ്രമാണ നിഴലാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് എന്താണ് ഇതിന് നിഴലാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, വരുംകാലത്ത് ഭാവി കാലത്ത്
ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന എൻ്റെ രക്തത്താൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികളും ഈ നിലവിളക്കിന് തുല്യമായിരിക്കണം. ഇതിലെ അവരുടെ ജീവിതം ഈ നിലവിളക്കിൻ്റെ പ്രകാശം പോലെ ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായിരിക്കണം എന്ന് തൻ്റെ ഹൃദയത്തിൽ നിർണയിച്ചിട്ടാണ് ഇവിടെ ഈ ആലയത്തിനകത്ത് ഈ വിളക്ക് വെക്കാൻ പറഞ്ഞത്. തൽക്കാലം ഈ ആലയത്തിൻ്റെ അകത്ത് ഇരുൾ മാറാനാണെങ്കിലും അതിനകത്തുള്ള ഭാവി പദ്ധതി തൻ്റെ സഭ ലോകത്തിന് വെളിച്ചമായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സഭ, ആ വിളക്കിലെ ദീപങ്ങൾ അതിൽ തിരിയിട്ട് ഒലിവെണ്ണ ഒഴിച്ചാണ് കത്തിക്കുന്നത്. പക്ഷെ ആ കത്തിക്കുന്ന ദീപത്തിൽ പോലും ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ദീപങ്ങൾ എന്തായിരിക്കണം, എങ്ങനെയാണ് ആ ദീപങ്ങൾ എരിയേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, പുതിയ നിയമസഭയോട് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ലോകത്തിന് വെളിച്ചമായി പ്രകാശിക്കേണ്ടവരാണ്. പക്ഷേ എങ്ങനെ നിലവിളക്കായിട്ട് പ്രകാശിക്കണമെന്ന് ചോദിച്ചാൽ, എങ്ങനെ പ്രകാശിക്കണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 7 നിലവിളക്കുകളുടെ 7 ദീപങ്ങൾ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന 7 ആത്മാക്കളാകുന്നു. അപ്പൊ ഈ ദീപം അവിടെ നിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പോലെ കാണുന്ന സിംഹാസനത്തിന് മുമ്പിൽ അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുക, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പം ഒരു സഭ എങ്ങനെ പ്രകാശിക്കണമെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരുവൻ എങ്ങനെ പ്രകാശിക്കണമെന്ന് ചോദിച്ചാൽ, സ്വന്തം ജഡത്തിൻ്റെ ബുദ്ധിയാലല്ല പ്രകാശിക്കേണ്ടത്, സ്വന്തം തടിമിടിക്കലല്ല പ്രകാശിക്കേണ്ടത്, സ്വന്തം തത്വചിന്തകളിലല്ല പ്രകാശിക്കേണ്ടത്. ദൈവത്തിന്, നമ്മളെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകാശിക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞാനും നിങ്ങളും പ്രകാശിക്കേണ്ടത് നമ്മുടെ തിയറികൾ കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും ഭൗതികതയുള്ള നമ്മുടെ ജഡത്തിൻ്റെ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന ആശയങ്ങളിൽ നിന്നോ, നമ്മുടെ ജഡത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ കത്തി ജ്വലിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഒരുവനെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നതിൻ്റെ കാര്യം അതാ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അവന് കത്തി ജ്വലിക്കാൻ കഴിയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ദൈവാത്മാവ് തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തത്. അപ്പൊ ദൈവസഭ ലോകത്തിന് പ്രകാശം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയോ, ഏതെങ്കിലും ഒരു പ്രാദേശികമായ സംഘടനയോ, ഏതെങ്കിലും നേതൃത്വങ്ങളോ ഉണ്ടാക്കി വെച്ച മാനുഷിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. വീണ്ടെടുപ്പുകാരൻ്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ആ ആത്മാവിനാൽ നീ ജ്വലിക്കണം സഭ. ദേശത്തിൽ ആത്മാവിനാൽ ജ്വലിക്കപ്പെടുന്ന ഒരു സഭയുണ്ടെങ്കിൽ ആ സഭ ദേശത്തിന് വെളിച്ചമാണ്. വെളിച്ചത്തിലേക്ക് നോക്കൂ. ഇന്ന് രാത്രി ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഈ വൈദ്യുത വിളക്കുകളുടെ അടുക്കലേക്ക്, ഇതിന്റെ പ്രകാശത്തിലേക്ക് ആരും ക്ഷണിക്കാതെ അതിൽ ചില പ്രാണികൾ ഓടി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താന്ന് ചോദിച്ചാൽ, ആ പ്രകാശം കണ്ടിട്ട് പ്രാണികൾ അടുത്തേക്ക് വരിക. ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെ ദൈവസഭയാക്കി, ദൈവം തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത സഭയാക്കി, തൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാക്കി ദേശാന്തരങ്ങളിലാക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം തൻ്റെ ആത്മാവിനാൽ ജ്വലിച്ച് പ്രകാശിക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. സ്വർഗം അംഗീകരിക്കുന്ന ജ്വലനം ഏതാണെന്ന് ചോദിച്ചാൽ തൻ്റെ ആത്മാവിനാലുള്ള ജ്വലനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലോകം പാപത്തിൻ്റെ ഇരുളിലാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ഇരുളിൽ കിടക്കുന്ന, ഇന്നും പ്രകാശമായിട്ടുണ്ടെങ്കിലും വേദപുസ്തകം പറയുന്നത് ഇന്നും, പ്രൈസ് ദി ലോർഡ്, ഒരു പരിധി വരെ എന്ത് ചെയ്യുകയാണ്? ലോകം ഇരുട്ടിലാണ്. ഒരു വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനം 13:12 വായിച്ചാൽ നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയും. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞില്ല, രാത്രി കഴിയാറായിക്കൊണ്ടിരിക്കുക. ഏതിൻ്റെ? കർത്താവ് വരാനുള്ള ആ ശരിയായ ഒരു പകൽ വരാനുണ്ട്. ഒരു പകൽ ഇനിയും നമുക്ക് അവശേഷിക്കുന്നുണ്ട്. ആ പകല് വരാനാകുന്ന സമയം അടുക്കാറായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാത്രി കഴിഞ്ഞിട്ടില്ല. ആ രാത്രി കഴിഞ്ഞ് പകലെത്തുവോളം പ്രകാശിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. കർത്താവ് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ദിവസം കഴിച്ചപ്പോൾ ശിഷ്യന്മാരോട് തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഒന്ന് വായിച്ച് മത്തായി സുവിശേഷം 5:14 വായിച്ച്. മത്തായി സുവിശേഷം 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
അപ്പം ഈ നിലവിളക്ക് പോലെ പ്രകാശിപ്പാൻ നിങ്ങളുടെ ലോകത്തിന്, കാരണം കർത്താവിനെ അയച്ച തൻ്റെ നിയോഗം, തൻ്റെ ഡ്യൂട്ടി തികച്ചിട്ട് താൽക്കാലികമായിട്ട് താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. തിരിച്ച് തൻ്റെ മടങ്ങി വരവ് വരെ ഇവിടെ പ്രകാശിക്കേണ്ടതിന് ശിഷ്യഗണങ്ങളെ തിരഞ്ഞെടുത്തു. പിന്നെ അനന്തരം ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കി ഈ പ്രകാശം നിങ്ങൾ അവരിലേക്ക് പകർന്നു. നോക്കണം, ഈ പ്രകാശം നിങ്ങൾ അവരിലേക്ക് പകർന്നിട്ട്, ഞാൻ വെളിച്ചമായിരുന്നു, എൻ്റെ പ്രകാശം ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്കിപ്പോൾ പകർന്നു. നിങ്ങൾ ഇനി ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ഈ പ്രകാശം നിങ്ങൾക്ക് പകർന്നിരിക്കുന്നു. നിങ്ങൾ ഈ പ്രകാശം കൊണ്ട് അനേകരെ ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് ഈ പ്രകാശത്തിൻ്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വേല തികച്ച് എൻ്റെ അടുക്കലേക്ക് വരിക. അങ്ങനെ ഈ പ്രകാശം കാലാന്തരങ്ങളായി ഇതിന് എന്ത് ചെയ്യുകയാണ്, കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരു ഭാഗവാക്കായി തീരാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്. അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് നമ്മളാൽ കഴിയുന്ന തരങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രകാശം ചിലരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഈ ചെയ്യുന്ന, നമ്മൾ നടത്തുന്ന ഈ ക്ലാസ് ആ പ്രകാശത്തിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു പാർട്ടാണ്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഈ പ്രകാശം നിങ്ങളുടെ അകത്തേക്ക് ജ്വലിച്ചിട്ട് ഇതിൻ്റെ പങ്ക് നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളൊരു പ്രകാശമായി അനേകർക്ക് പ്രയോജനകരമാകുന്ന, അനേകർ ഇരുട്ടിൽ നിന്ന് വെളിച്ചം വഴി ഇതിലെയാകുന്നു എന്ന് വഴി തെളിച്ചു കൊടുക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ ആ പ്രകാശത്തിലേക്ക് ആനയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ വരവ് വരെ ഇത് പ്രകാശിക്കുന്നത് സഭയ്ക്കാണ് ജോലി. അപ്പം സഭ, വിളക്ക് എന്താണെന്ന് ചോദിച്ചു. വിളക്കിൻ്റെ അർത്ഥം സഭയാണ്. അതിലെ തിരുനാളങ്ങൾ, 7 ദീപങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവാണ്. അപ്പം നിലവിളക്കാകുന്ന സഭ എങ്ങനെ ജ്വലിക്കണമെന്ന് ചോദിച്ചാൽ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കണം. ജഡത്തിൻ്റെ ആത്മാവിലല്ല, സ്വയാത്മാവിനാലല്ല, ദൈവാത്മാവിനാൽ ജ്വലിക്കപ്പെടണം സഭ. പ്രൈസ് ദി ലോർഡ്. ഓരോ സഭ, ഏത് സഭ ദൈവാത്മാവിനാൽ ജ്വലിച്ച് പ്രകാശിക്കുന്നുവോ ആ സഭയ്ക്ക് ആയുസ്സുണ്ട്, ആ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തിയുണ്ട്, ആ സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ആ സഭയ്ക്കകത്ത് നിന്ന് പ്രകാശം മറ്റനേകരെ കൂടെ ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുമാറാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടുത്ത ഒരു കാര്യം, ഈ നിലവിളക്ക് എങ്ങനെയാണ് പണി ചെയ്തിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31, 32 വാക്യം കൂടെ വായിച്ച്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31, 32 വാക്യങ്ങൾ. തങ്കം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം, നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. തങ്കം കൊണ്ടൊരു നിലവിളക്കുണ്ടാക്കണം, നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം. അപ്പൊ എങ്ങനെയാ ഇതിനെ ചെയ്തെന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കൂ. 35 കിലോയോളം ഭാരം വരുന്ന 1 താലന്ത് പൊന്ന്, ഒറ്റത്താലന്ത് പൊന്നിൻ കട്ടിയെ കൊണ്ട്, തങ്കക്കട്ടിയെ കൊണ്ട് അതിനെ ഒറ്റ ഇതായിട്ട് തന്നെ വെച്ച് അടിച്ച് ഈ തങ്കക്കട്ടിയിൽ നിന്ന് അടിച്ച് ഈ ശാഖകൾ ഉരുവാക്കുകയാണ്. ശാഖകൾ, അതിലെ ബദാമിൻ്റേതുപോലുള്ള പൂക്കൾ, മൊട്ടുകൾ, ഇതിനകത്തുള്ള തിരുനാളമിടാനുള്ള ഭാഗം, ഇതെല്ലാം ഒറ്റ താലന്ത്, ഒറ്റ കഷ്ണം തങ്കത്തിൽ നിന്നാണ് അടിച്ച് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ അടിച്ചു ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇതിലെ ഓരോ വസ്തുക്കളും ചെറിയ പീസായിട്ട് അടിച്ച് ഇതിനെ തല്ലി ഇതിനെ ഉണ്ടാക്കി രൂപപ്പെടുത്തി ഇതിൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. 35 കിലോ, ഏകദേശം 1 താലന്ത് പൊന്ന്, ഏകദേശം 35 കിലോയുള്ള ഭാരമുള്ള ഒരു വസ്തുവിനെ എടുത്ത് അതിനെ പിടിച്ച് അതിനെ തീയിലേക്ക് വെച്ച് പഴുപ്പിച്ച് അതിനെ പാകപ്പെടുത്തി തല്ലി എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള വസ്തു എത്ര ഭാരം കുറഞ്ഞിരിക്കുമോ അതിനനുസരിച്ച് നമുക്കത് രൂപപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ ഇത്രയും ഭാരം കൂടിയ വസ്തുവിനെ അടിച്ച് ഒന്നായിട്ട് വെച്ച് അതിനെ അടിച്ച് ഇത്രയും ഭംഗിയായി രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതിന് അസാമാന്യമായ കഴിവ് വേണം. പ്രൈസ് ദി ലോർഡ്. അതിന് അസാമാന്യമായ ത്യാഗമുണ്ട്, അതിന് അസാമാന്യമായ ക്ഷമ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതൊന്നും ഇത് പണിഞ്ഞെടുക്കാനൊക്കെ ഇല്ല, എളുപ്പത്തിനൊന്നും ഇത് പണിയാനൊക്കെ ഇല്ല. അതിന് ക്ഷമ വേണം, സഹിഷ്ണുത വേണം, അതിന് സമർപ്പണം വേണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ ആലയത്തിൻ്റെ പണി ചെയ്യാൻ മോശയ്ക്ക് ഇതിൻ്റെ മാതൃക കൊടുക്കുമ്പോൾ മോശയ്ക്ക് ഇതിനെപ്പറ്റി അവിടെ മാതൃക മാത്രമേ കൊടുത്തുള്ളൂ. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള ബാക്കി കാര്യങ്ങൾ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ദൈവം പറഞ്ഞു, നിനക്ക് കാണിച്ച മാതൃക മാത്രം ചില ഉത്തരവാദിത്തപ്പെട്ട ചിലരെ നീ ഏൽപ്പിച്ചാൽ മതി. അതിനുവേണ്ടി ഞാൻ 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊരുവൻ്റെ പേര്
ബസലേലും മറ്റൊരുവൻ്റെ പേര് ഒഹോലിയാവും. അവരെ ഞാൻ എൻ്റെ വിശേഷമായ ദിവ്യാത്മാവിനാൽ നിറച്ച് ജ്ഞാനവും അവർക്ക് നിറച്ചിട്ടുണ്ട്. അവർക്ക് സങ്കല്പിച്ച് ചെയ്യുവാനുള്ള കൃപ ഞാൻ നൽകിയിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവസഭയുടെ പണി ചെയ്യുവാൻ, ദൈവസഭയുടെ പണിക്ക് വേണ്ടി ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ട് ഇതിനെ പണിഞ്ഞെടുക്കാൻ സാധ്യമല്ല. ദൈവം നമുക്ക് പ്രത്യേകമായ ജ്ഞാനം തരണം. പ്രത്യേകമായ കൃപ തരണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ശുശ്രൂഷക്കാരായ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മുടെ കൈക്കീഴിൽ ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷയെങ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കഴിവല്ല, ദൈവം അതിനേതോ ഒരു പ്രത്യേക ജ്ഞാനം നമുക്ക് തന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞ സുവിശേഷം കേട്ടിട്ട് ആരെങ്കിലും കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ കഴിവല്ല, ദൈവം തന്ന കൃപയാണത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൈവയ്പിനാൽ ഒരു രോഗി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൈസ് ദി ലോർഡ് പ്രസംഗത്താൽ, നിങ്ങളുടെ സന്ദേശത്താൽ ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ഒരുവൻ വിശുദ്ധിയിലേക്ക് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെയും നിങ്ങളുടെയും മിടുക്കല്ല, ദൈവം തന്ന ജ്ഞാനമാണ്. ദൈവം തന്ന അഭിഷേകത്താലും ദൈവം തന്ന ജ്ഞാനത്താലുമാണ് അവയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിൽ പുകഴ്ച പറയുവാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. ഇവയെല്ലാം തരുന്ന യഹോവയിലത്രേ നാം പ്രശംസിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇത്ര പേരെ സ്നാനപ്പെടുത്തി, ഞാൻ ഇത്ര സഭ പണിഞ്ഞു, ഞാൻ ഇത്ര ഇന്നതൊക്കെ ചെയ്തു എന്ന് ഞാൻ എന്ന് പറയുവാൻ നമ്മളൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നല്ലതാ. നമ്മളെ കൊണ്ട് വേറൊരുവനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ കയ്യിൽ, നമ്മുടെ കൈ കീഴിലൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ട് പറയണം, ദൈവമേ, ഈ പൊടിയാകുന്ന എന്നെ കൊണ്ട് നീ ഇതെല്ലാം ചെയ്യിപ്പിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നമ്മുടെ കൈ കീഴിൽ നടന്നതുമെല്ലാം പറഞ്ഞ് നാം സ്വയം ആത്മപ്രശംസക്കാരായി പുതുദോഷം സങ്കല്പിക്കുന്നവരായി വെറുതെ വീമ്പിളക്കി നടക്കുന്നവരായി നമ്മൾ തീരരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പ്രൈസ് ദി ലോർഡ് മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ അധികം അധ്വാനിച്ചിട്ടുണ്ട്. അധ്വാനിച്ചു. കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുക. അത് മറ്റൊരു ഭാഗത്ത്, ഞാൻ ആ ഭാഗം നിർത്തിയിട്ട് വേറൊരു ഭാഗം കൂടെ കൂട്ടിച്ചേർത്ത് പറയാം. ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു. കള്ളന്മാരുള്ള ആപത്തുണ്ടായി, കല്ലേറുണ്ടായി, കഷ്ടതയുണ്ടായി. ഉടുക്കാൻ വസ്ത്രമില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു, ഉണ്ണാൻ ആഹാരമില്ലാതെ കഷ്ടപ്പെട്ടു. കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത്, നദികളിലുള്ള ആപത്ത്, ഇങ്ങനെ ആപത്തുകളെല്ലാം സഹിച്ചു. അനേകരെ നേടി, അനേകരെ അധ്വാനിച്ചു, ഉറക്കിളച്ചു. ഒരുപാട് ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്തു. പക്ഷേ ഇവയൊന്നും ഞാനല്ല ചെയ്തത്, എന്നോട് കൂടെയുള്ള കൃപയത്രേ. ഞാനാകുന്നത് കൃപയാലാകുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും ആകുന്നുവെങ്കിൽ അത് കൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ നമ്മളെ വീണ്ടെടുത്തവന്റെ കൃപയാലാകുന്നു എന്ന് നമ്മൾ ധരിച്ചു കൊള്ളണം. ആ കൃപ അതിലൊന്നും പുകഴുവാനില്ല. എന്തെങ്കിലും പുകഴ്ചയുണ്ടെങ്കിൽ അത് ദൈവത്താലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അടുപ്പ് പണിയായിട്ട് ഇതിനെ ചെയ്യുവാൻ ഉള്ള ജ്ഞാനം കൊടുത്തത് അതുവരെയും ഇല്ലാതിരുന്ന 2 സഹോദരന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വിശേഷ ജ്ഞാനം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജ്ഞാനത്തിൽ കുറവുള്ളവരാണോ? ഓർമ്മയിൽ കുറവുള്ളവരാണോ? ബുദ്ധിയിൽ കുറവുള്ളവരാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ബുദ്ധിഹീനെന്നും ബുദ്ധിയില്ലാത്ത കുട്ടിയെന്നും ഒക്കെ നിങ്ങളെ പറയുന്നോ? നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങളെ സഹായിക്കുന്നുവോ? ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ മുറി അടച്ചിരുന്ന് ദൈവത്തോട് എന്നെ ജ്ഞാനമുള്ളവരാക്കി തീർക്കണമേ, എന്നെ ഓർമ്മശക്തി ഉള്ളവളാക്കി തീർക്കണമേ, എന്നെ ബുദ്ധിയുള്ളവരാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിശേഷിച്ച ജ്ഞാനം കൊണ്ട് ദൈവാത്മാവ് നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ബുദ്ധിഹീനനാണെന്ന്, കഴിവില്ലാത്ത കുട്ടിയാണെന്ന് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ വെറും സഹാരവാക്കുകൾ പറയാതെ ഉദാരമായി ധാരാളമായി ജ്ഞാനം നൽകുന്ന ദൈവത്തോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ കരം വെച്ചിട്ട് പ്രാർത്ഥിക്കുക. ദൈവം അവരെ വിശേഷ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശേഷിച്ച ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് ഇതിനെ ഈ വിളക്കിന്റെ പണി കുറച്ച് കഷ്ടമുള്ളതാണ്. ദൈവസഭയുടെ പണി പണിയുന്നത് ദൈവമാണ്. പക്ഷെ പണിയാൻ വേണ്ടിയിട്ട് നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ഉപകരണങ്ങളാക്കി തീർക്കുകയാണ്. ആ ഉപകരണമായി തീരുന്ന നമുക്ക് ഏറിയ സഹിഷ്ണുത ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 1 താലന്ത് തങ്കക്കട്ടിയെടുത്ത് തിരിച്ചും മറിച്ചും വെച്ച്
ആമൻ അതിൻ്റെ രൂപം ഒരു ഭാഗം അടിച്ച് ഭംഗിയാക്കുമ്പോൾ അടുത്ത ഭാഗം തല്ലുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ച ഭാഗത്തിന് ചിലപ്പോൾ കേടുപാടുകൾ വരാം. പ്രൈസ് ദി ലോർഡ്. സഭയുടെ പണിക്കകത്ത് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ചുമൽ കൊടുക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഭയുടെ പണി എന്ന് പറയുന്നത് അത് നമ്മളല്ല ചെയ്യുന്നത്, ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണം ഞാനും നിങ്ങളുമാണ്. നമുക്ക് സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിയെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മനോഹരമായ വെളിച്ചം കൊടുക്കുന്ന മനോഹരമായൊരു വിളക്കായിട്ട് അത് പണിഞ്ഞ വേഷത്തിൽ വെക്കാൻ സാധിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയും നമ്മുടെ ആത്മസമർപ്പണവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായ സഭയുടെ പണി സഭാപരിപാലനം നടത്തുന്ന ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും അതിൻ്റെ പ്രയാസം അറിയും. ഒരു സഞ്ചാര സുവിശേഷകന്, കേവലം ഒരു സുവിശേഷ പ്രസംഗകന്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം മാത്രം ചെയ്ത് നടക്കുന്ന ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഠിനമായ സംഗതിയായിട്ടല്ല. പക്ഷെ സഭയെ പരിപാലിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഇടയത്വ ശുശ്രൂഷ അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷകനെ, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കഠിനമേറിയ ഒരു ഉത്തരവാദിത്തമാണ്, കഠിനമേറിയ ഒരു ഡ്യൂട്ടിയാണ്. ഇതിനകത്ത് സഹിഷ്ണുതയും ക്ഷമയും നമുക്ക് ഏറിയ അളവിലില്ലെങ്കിൽ ഇതിൻ്റെ പണിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ ദീപം ഒരു ഭാഗത്തു നിന്ന് ദീപം കൊളുത്തിക്കൊണ്ടുവരുമ്പോൾ മറുഭാഗത്ത് എന്ത് ചെയ്യും? മറുഭാഗത്ത് കെടും, വല്ലാത്ത കാറ്റടിച്ചാൽ. ഒരു ഭാഗത്തൂടെ ഒരു ഭാഗം മിനുക്കി പണി ചെയ്ത് അതിൻ്റെ ഇതളുകളെല്ലാം ഭംഗിയാക്കി വെച്ച് മറുഭാഗത്തേക്ക് എടുത്ത് വെച്ച് തല്ലി അതിനെ ഒന്ന് ക്രമീകരിച്ചൊന്ന് രൂപഭംഗി വരുത്തി കൊണ്ടുവരുമ്പോൾ എവിടെങ്കിലും ഒന്ന് തട്ടിയിട്ട് അങ്ങേ വശത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടാകും. ശരിയല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ പണിയിൽ നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്വം, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, നമ്മൾ അനുഭവിക്കുന്ന ഉറക്കിളപ്പുകളൊക്കെ ഏറിയ സംഗതികളാണ്. അത് ഒരു പക്ഷേ വിശ്വാസ സമൂഹത്തിന് അത് മനസ്സിലാക്കണമെന്നില്ല. ഏറിയ മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, ഏറിയ മാനസിക സമ്മർദ്ദങ്ങളുണ്ടാകാം, ഏറിയ ഡിപ്രഷൻ നമുക്ക് ഉണ്ടാകാം. സുവിശേഷ വേലയിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും പ്രൈസ് ദി ലോർഡ് അതുകൊണ്ട് തങ്ങളുടെ മക്കളെ പോലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒട്ടനവധി ആളുകൾ വിടാത്തതിൻ്റെ കാര്യം പിള്ളേർക്ക് ഇത് സഭയ്ക്കകത്തുള്ള തൻ്റെ പപ്പയും അമ്മയും ഒക്കെ അനുഭവിക്കുന്ന ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മറ്റ് പല ഇത്യാദി സംഗതികളൊക്കെ കണ്ടിട്ട് അവർക്ക് ഇതിനോട് വലിയ ഒരു അടുപ്പമില്ലാത്ത അനുഭവങ്ങൾ പല ശുശ്രൂഷകന്മാരുടെ കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? അവരനുഭവിക്കുന്ന ത്യാഗങ്ങൾ, അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ, കൊച്ചുകൂട്ടം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന നിലവിളക്കാകുന്ന സഭയ്ക്കകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് വച്ചിരിക്കുന്ന വിശ്വാസ സമൂഹങ്ങളായിരിക്കുന്ന വിളക്കുകൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആത്മസമർപ്പണത്തോടെ സഹകരിച്ചാൽ, ശുശ്രൂഷന്മാരുടെ കൈക്കീഴിൽ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ സഹകരിച്ചാൽ നിങ്ങൾ നിമിത്തം ദേശത്തെ ഇരുൾ മാറി അനേകരെ ജീവന്റെ പ്രകാശത്തിലേക്ക് നടത്തുവാൻ നിങ്ങൾ മൂലം ദൈവത്തിന് ഇടവരുവാൻ. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇത് അടിപ്പ് പണിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നിൽ നിന്ന് തന്നെ അടിച്ച് ശാഖകളായിട്ടുണ്ട്. ഈ അടിപ്പ് പണി എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ ഞാൻ വേറെ ഒരു ഭാഗം കൂടെ പറയാം. ഇതിൻ്റെ ഈ വിളക്ക് സമം ക്രിസ്തു എന്നുകൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഈ വിളക്ക് തണ്ട് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിളക്ക് ക്രിസ്തുവാണ്, വചനമാകുന്ന വിളക്ക് ഇത് ക്രിസ്തുവാണ്. അപ്പോൾ ഈ വിളക്ക്, വചനമാകുന്ന വിളക്കിന്, ക്രിസ്തുവാകുന്ന വിളക്കിന്, സഭയാകുന്ന വിളക്കിന് അടിപ്പ് പണിയായിട്ടാണ്. ഈ അടിപ്പ് നോക്കണം, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 1:23 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഒന്ന് വായിക്കാമോ? എഫേസ്യർ 1:23, എഫേസ്യ ലേഖനം 1:23. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇനി ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. സഭ എന്താണ്? നിലവിളക്ക് എന്താണ്? നിലവിളക്ക് സഭയാണ്. സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ്. നിലവിളക്ക് സഭയാണ്, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ നിലവിളക്ക് ക്രിസ്തുവാണ്. ഗ്രഹിച്ചോ? മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, നിലവിളക്കാകുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ആ സഭ എങ്ങനെ ഉണ്ടായത്? അടിപ്പ് പണിയാലായിട്ടാണ് ഉണ്ടായത്. എന്ത് പണിയായിട്ട്? അടിപ്പ് പണിയായിട്ട്. ക്രിസ്തുവും കാൽവരിയിലെ കുലക്കളത്തിൽ അടിപ്പ് പണിയായിത്തീർന്നത് കൊണ്ടാണ് തൻ്റെ ശരീരമാകുന്ന സഭ ഉളവായത്.
മനസ്സിലാകുന്നവർക്കായി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തൻ്റെ ആമേനതേ കാൽവരിയിലെ ആമേൻ പീഡകൾ, ഗസമനയിലെ പീഡകൾ, പീലാത്തോസിൻ്റെ അരമനയിലെ പീഡകൾ, മാറി മാറിയുള്ള ആമൻ തൻ്റെ ക്രൂര പീഡനത്തിലൂടെ തൻ്റെ ശരീരം എന്ത് ചെയ്യുകയാണ്? തൻ്റെ ശരീരം തകർക്കപ്പെടുകയാണ്. പ്രവചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 6-7 വാക്യം ഒന്ന് വായിച്ചേ. 53-ാം അധ്യായം 6-7 വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങളെ അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. 50-ാം അധ്യായം യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 6-ാം വാക്യം കൂടെ വായിച്ചേ. അടിക്കുന്നവർക്ക് അവൻ തന്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. തന്റെ കവിളും കാണിച്ചു കൊടുത്തു. മതി. നമ്മളവിടെ വായിക്കുന്ന ഈ ഇത്യാദി വേദഭാഗങ്ങളെല്ലാം ദൈവമക്കളാകുന്ന നമുക്ക് വളരെ സുപരിചിതങ്ങളായ വേദഭാഗങ്ങളാണ്. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിനും എത്രയോ ആണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചിരുന്നു. ആ പ്രവചനത്തിന് നിവൃത്തി എന്ന വണ്ണം കാൽവരിയിൽ ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. തൻ്റെ ശരീരം ഈ ലോകത്തിൽ നിന്നെടുത്ത ഈ മണ്ണിന്റെ ശരീരം തകർക്കപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് മണി വെറുതെ നിലത്ത് കിടന്നാൽ അതിനെന്ത് ചെയ്യില്ല, അത് മുളച്ചു വരികയില്ല. അത് ഗോതമ്പ് മണി ചാകാതെ അതിനൊരു ജീവൻ കൊടുപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് യേശു തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തിട്ട് ആ അടിപ്പ് പണിയാൽ ഓരോ അടിയും താൻ വായു തുറക്കാതിരുന്നു. ഓരോ അടിയും നിലവിളക്കിനെ ഒറ്റത്താലെന്ന് തങ്കത്തിന് ഓരോ അടി ചുറ്റിക കൊണ്ട് അടിച്ച് നിലവിളക്കിൻ്റെ ശാഖകൾ ഉണ്ടാക്കുന്നത് പോലെ, അതിൻ്റെ തണ്ടുണ്ടാക്കുന്നത് പോലെ, അടിച്ച് ചെയ്യുന്നത് പോലെ തൻ്റെ ശരീരത്തിൽ ഓരോ ചാട്ടവാറടി അടിയും തൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പറിച്ചെടുക്കുന്നത്, തന്നെ അപമാനിക്കുന്നത്, അതിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും പിച്ചു ചിന്തുമ്പോഴും ആ ഓരോ പ്രാവശ്യവും യേശു വാ തുറക്കാതിരുന്നത് എന്താണ് കാരണമെന്നറിയാമോ? തനിക്കറിയാം തൻ്റെ ഓരോ അടിയും ഓരോ സഭയായി രൂപാന്തരപ്പെടുകയാണ്. തൻ്റെ ശരീരം തകർക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഗോതമ്പ് മണി നിലത്ത് വീണ് ആ സ്വാഭാവിക അനുഭവം മാറിക്കഴിയുമ്പോൾ അത് മുളച്ചിട്ട് ഒരു ചെടിയായി പുറത്തു വന്ന് അതിൽ നിന്ന് 100 കണക്കിന് ഗോതമ്പ് മണികൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഗോതമ്പ് മണികളാകുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് തൻ്റെ ശരീരം ചിന്തപ്പെട്ട് വരുന്നതോടെ അടിപ്പ് പണിയായി തീരുന്നതോടെ സഭ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും സഭ എടുക്കപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം താൻ തിരിച്ചറിഞ്ഞു. അതാണ് തൻ്റെ ഡ്യൂട്ടി. തന്നെ ദൈവം തൻ്റെ പിതാവ് അയച്ച തൻ്റെ നിയോഗം അതാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ വായി തുറക്കാതിരുന്നത്. പ്രൈസ് ദി ലോർഡ്. തന്നെ അടിപ്പ് പണിയായി ശാഖകൾ ഉണ്ടായതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുപ്പ് പണിയിലൂടെ ഒറ്റ വിളക്കല്ല ഉണ്ടായത്, ഒറ്റ തണ്ടല്ല ഉണ്ടായത്. അടിപ്പ് പണിയിലൂടെ ശാഖകൾ 4 ഭാഗത്തേക്ക് ശാഖകൾ ഉണ്ടായതുപോലെ തൻ്റെ മരണത്താൽ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ തൻ്റെ ശരീരമാകുന്ന സഭ ഉളവായി. ആ സഭ ഉളവായതിലൂടെ ദൈവം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തൻ്റെ ഡ്യൂട്ടി തികച്ച് തൽക്കാലം ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഡ്യൂട്ടി തികച്ച് സ്വർഗത്തിലേക്ക് പോയി. പിന്നെ താൻ ഈ ലോകത്തിൽ പ്രകാശിച്ചതുപോലെ തൻ്റെ സഭ, കാരണം തൻ്റെ ശരീരത്തോടു കൂടെ ഇരുന്നാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ ശരീരമാണ് സഭ. ആ സഭ പ്രകാശിക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തൻ്റെ സഭയെ ഉളവാക്കിയിട്ട് തൻ്റെ ശരീരം പാഴാക്കി കളഞ്ഞിട്ട്, തൻ്റെ ശരീരത്തിനെ ഏതുമില്ലാതാക്കി കളഞ്ഞിട്ട്, തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തിട്ട് അതിനേക്കാൾ വിലയേറപ്പെട്ട ഒരു സഭയെ ദൈവം ഉളവാക്കുവാനായിട്ടിടയായി. അടിപ്പ് പണിയാൽ സഭ ഉളവായി. മക്കളെ, ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന നമ്മളെയും ദൈവം അടിപ്പ് പണിയായിട്ടാണ് ഈ സഭയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെയും ദൈവം ചില സന്ദർഭങ്ങളിൽ ഈ സഭയുടെ ഭാഗവാക്കായി തീരുവാൻ, ലോകത്തിന് വെളിച്ചം കൊടുക്കുവാനുള്ളവരായി തീരേണ്ടതിന് ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെയും അടിപ്പ് പണിയാക്കി തീർക്കും.
മനസ്സിലായതായി സ്തോത്രം. ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് നമ്മളെ വിളിച്ചിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മളെയും അടിപ്പ് പണിയായിട്ട് പണിയാറുണ്ട്. കഷ്ടാനുഭവങ്ങളിലൂടെ, പീഡകളിലൂടെ, ചില കഠിന രോഗങ്ങളിലൂടെ, പല മാനസിക വിഷമതകളിലൂടെ നമ്മളെ പണിഞ്ഞ് അടിച്ച് പണിഞ്ഞ് ഈ സഭയുമായിട്ട് ചേർത്ത് പ്രകാശമുള്ളൊരു ജീവിതമാക്കി ദൈവം നമ്മളെ തീർക്കുന്നത്. ആരെങ്കിലും എവിടെങ്കിലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. അല്ലാതൊക്കെ സ്വയബുദ്ധിയാലൊക്കെ പ്രകാശിക്കുന്ന സംഗതികളുണ്ട്, അവരുടെ കാര്യമല്ല പറഞ്ഞത്. വാസ്തവമായി ദൈവത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എവിടെങ്കിലും പ്രകാശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എവിടെയോ, നിങ്ങൾ കാണാത്ത മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയോ കർത്താവാകുന്ന മൂശാരിയുടെ കയ്യിൽ അടിപ്പുപണിയായി തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോൾ അടിപ്പുപണിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിപ്പുപണിയായി തീർന്ന ഈ സഭയാണ് ലോകത്തിന് എന്ത് ചെയ്യേണ്ടത്? പ്രകാശം കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു കാര്യം പറയാം. അപ്പോൾ സഭ ലോകത്തിന് പ്രകാശം കൊടുക്കാൻ വേണ്ടി ദൈവമാക്കി വെച്ച ഒന്നാണ് ഈ വിളക്ക്. ഈ വിളക്ക് ഇവിടെ ഇരുന്ന് പ്രകാശിക്കണം. അപ്പോൾ ഈ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വേണം പുരോഹിതന്മാർ ഇതിനകത്ത് വരാനും ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് പോകാനും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കൃപാസനം തിരശ്ശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഈ പുരോഹിതൻ ഈ കൃപാസനത്തിങ്കൽ എത്തണമെങ്കിൽ ഈ വിളക്കിൻ്റെ വെളിച്ചത്തിലൂടെ വന്ന് വേണം ഈ കൃപാസനത്തിങ്കൽ എത്താൻ. അതായത് വചനമാകുന്ന വെളിച്ചത്തിലൂടെ വേണം പുരോഹിത കൃപയിലേക്ക് ഏവരും വന്നെത്തുവാൻ. കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടം. കൃപാസനം, ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. അപ്പൊ കൃപയുടെ ഇരിപ്പിടം എവിടാണ്? ഈ കൃപയുടെ ഇരിപ്പിടത്തിങ്കിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത്, എന്നെയും നിങ്ങളെയും കൃപയുടെ ഇരിപ്പിടത്തിങ്കിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വചനമാകുന്ന വിളക്കാണ്. ഈ വിളക്കാകുന്ന വചനമാണ് നമ്മൾ എവിടെ എന്ത് ചെയ്തത്? നമ്മൾ വചനം കേട്ടിട്ടല്ലേ ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് വന്നത്, സഭയിലേക്ക് വന്നത്, ഇല്ലേ? വചനമല്ലേ നമ്മളെ ക്രിസ്തുവുമായിട്ട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്? ശരിയല്ലേ? നമ്മുടെ ഈ മരണ നിഴലിലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പിശാച് അടച്ചിടാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ ഈ വചനമല്ലേ നമ്മളെ പിന്നെയും വിടുവിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ജീവനിൽ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഒരുവൻ പുരോഹിതൻ കൃപയിലേക്ക് വന്നതും ഈ വെളിച്ചത്തിലൂടെയാണ്. ഏതൊരു മനുഷ്യനും കൃപാസനത്തിങ്കൽ എത്തണമെങ്കിൽ, അഥവാ നിത്യതയാകുന്ന കൃപാസനത്തിങ്കൽ ഒരുവൻ എത്തണമെങ്കിൽ ഈ വചനത്തിൻ്റെ പ്രകാശത്തിലൂടെ മാത്രമേ എത്താൻ വഴിയുള്ളൂ. അല്ല കുറുക്ക് വഴികളൊന്നുമില്ല.